ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെട്ടെന്ന് എൻ്റെ എക്സ്പ്രഷൻ മാറിയത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറഞ്ഞ പോലെ ഫുള്ള് പണി കിട്ടിയൊരു ദിവസം തന്നെയായിരുന്നു കേട്ടെന്ന്. അത് നമ്മുടെ ഈ കുഞ്ഞാറ്റപ്പെണ്ണിനെ കൊണ്ട് ഒന്നൊഴിയുമ്പോൾ ഒന്ന് ഇടപെട്ടിട്ട് അവിടെ ഇന്ന് ദിവസം മൊത്തം ഫുള്ള് ഓരോ പണി തന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതായത് കണ്ടില്ലേ, നമ്മുടെ വിളക്ക് വയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന നല്ലെണ്ണ കേട്ടോ ഫുള്ള് കളഞ്ഞിട്ടുണ്ട്. ഒരു നിമിഷം കണ്ണ് തെറ്റിയാൽ മതി പറഞ്ഞ അവസ്ഥയാണ്. ഫുള്ള് നല്ലെണ്ണയും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് വിളക്ക് വയ്ക്കണമെങ്കിൽ പുതിയ നല്ലെണ്ണ വാങ്ങിയിട്ട് വേണം. ഇതാ ഒരു ഭാഗം കഴിഞ്ഞ് വൃത്തിയാക്കി വരുമ്പോഴേക്കും ഇതാ അടുത്തത് അവിടെ തുടച്ച് ഒന്ന് പകുതി ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും 36 വേഗം അടുക്കളയിലേക്ക് വന്നിട്ട് ഫുള്ള് വലിച്ചിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കുമ്പിടി അവിടെ എവിടെ പറഞ്ഞ അവസ്ഥയായിരുന്നു. ഡബിൾ റോളും ട്രിപ്പിൾ റോളൊക്കെ എടുക്കട്ടോ കുഞ്ഞാറ്റ. ആദ്യം ഒരു തവണ കൊട്ട മൊത്തം മറച്ചിട്ടിട്ട് ഞാനൊക്കെ ഒതുക്കി വെച്ചതാണ് കേട്ടോ. പിന്നെയും കണ്ടു അതിൽ തന്നെ പിടിയും വേലിയും. അതായിട്ട് മാറ്റി കഴിഞ്ഞാൽ ഭയങ്കര വാശിയും കരച്ചിലൊക്കെ കേട്ടോ. ഇത് ഞാൻ രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കുഞ്ഞാറ്റ നീച്ചിട്ട് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ. അതിന് ശേഷമാണ് കേട്ടോ ഈ പണികളൊക്കെ തുടങ്ങണത്. ഞാൻ വിചാരിക്കാറുണ്ട് എനിക്കൊന്ന് നീച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കണ്ണ് മിഴിയ തന്നെയല്ലേ കേട്ടോ. ഇവൾക്ക് ഇതൊക്കെ തന്നെയാണ് ഇവിടെ പണി. എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഞാനും അങ്ങനെ ചീത്തയൊന്നും പറയില്ല കേട്ടോ. പിന്നെ അതെന്താ പറയുക, കളിച്ചോട്ടെ അങ്ങനത്തെ ഒരു മൈൻഡിലോട്. പക്ഷെ കുറേ നേരം അതേപോലെ തന്നെ ചെയ്ത് എൻ്റെ കൺട്രോൾ ഓട്ടോമാറ്റിക്കലി വിടും. അപ്പോൾ ഞാനിതാ കുറേ കഴിഞ്ഞപ്പോൾ ചീത്ത പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചുണ്ടൊക്കെ പോകണതായിരുന്നു കാണുന്നത്. ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. സങ്കടം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവൾക്ക് എന്താ കുറേ നേരം അങ്ങനെ വിഷമിച്ചിരിക്കും. അതിലുപരിയോ വാശിക്ക് ഒരു കുറവുമില്ല. ആരുടെ വാശിയാണ് അവ കിട്ടിയിരിക്കണേ. അപ്പം ഞാൻ ആ ചീത്ത പറഞ്ഞതിന് മുക്കിൽ പോയിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പച്ചക്കറി ഇന്നൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞതിനപ്പോൾ ആ ദേഷ്യം കാണിക്കണേ. അടുക്കള യുദ്ധം കഴിഞ്ഞ് ഉമ്മറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ സനു ഇരുന്നിട്ട് പുസ്തകം ഇരുന്ന് വായിക്കുന്നു. ഞാനും വിചാരിച്ചത് ഇപ്പോൾ എന്താ പറ്റിയത്, എന്താണാവോ നീച്ചപാടെ അങ്ങനെ ബുക്കൊക്കെ ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ സനു ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ജാക്കറ്റാണ്. അതായത് എൻ്റെ അമ്മയുടെയൊക്കെ കല്യാണം ആ ടൈമിലൊക്കെ ഒരു വെൽവെറ്റിൻ്റെ ജാക്കറ്റ് പണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ ജാക്കറ്റാണ് കേട്ടോ സനു ഇട്ടിട്ടുള്ളത്. എനിക്കാണെങ്കിൽ ആ ജാക്കറ്റ് ഭയങ്കര ഓർമ്മയുണ്ട്. പണ്ട് ഡാൻസിനൊക്കെ ഞാൻ ഈ ജാക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ വെൽവെറ്റിൻ്റെ ജാക്കറ്റ്. പക്ഷെ അത് ഇപ്പോഴും എവിടെ ഉള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. സനു ഇന്നലെ അലമാരൊക്കെ തിരഞ്ഞ് കണ്ടെത്തിയതാണ്. ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ സനു ഈ ജാക്കറ്റ് ഇട്ടിട്ടാണ് കിടന്നുറങ്ങിയത്. ഈ കുഞ്ഞാറ്റയുടെ കൈ എത്തണോടത്ത് ഒന്നും വയ്ക്കാൻ പറ്റില്ല. അതാ എൻ്റെ തൈറോയിഡിൻ്റെ ഗുളികയൊക്കെ ഫുള്ള് നിലത്തെടുത്തിട്ട് കളിക്കുകയായിരുന്നു. കുഞ്ഞാറ്റയ്ക്കാണെച്ചാൽ അതൊരു കളിയാണ്. എല്ലാം അതെടുത്ത് വലിച്ചെറിയുന്നത്. അവളുടെ കയ്യിൻ്റെ അകലത്തിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് അത് ഫുള്ള് പുറത്തായിരിക്കും അവിടെ. ആരെ കുഞ്ഞാറ്റ കള്ളക്കൂരി തൊട്ടിക്കണേ? ഏതുണ്ണിയാ? ചേച്ചിയാണ്. ഇവിടെ കണ്ടില്ലേ കുളിക്കാണ്ട് ഒരാൾ കള്ളക്കൂരിയൊക്കെ തൊട്ടിട്ടിരിക്കണേ. സനിയോ? എൻ്റെ കുളിയാണെങ്കിൽ ഇന്ന് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പലത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചന്ദനം തൊട്ടിട്ട് സനു കുറേ ചാലിച്ചിട്ട് ചന്ദനമൊക്കെ തൊടിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുഞ്ഞാറ്റയ്ക്ക് തൊട്ട് കൊടുത്തു. എന്നിട്ട് ഫോട്ടോ എടുത്തില്ലല്ലോ. കുഞ്ഞു ചേർപ്പടിക്കരുത് കേട്ടോ പൊന്ന. അയ്യേ അപ്പി. കുഞ്ഞു മേമി കിട്ടി. മേമി എങ്ങനെ മുട്ടുക? എങ്ങനെ മേമി മുട്ടേ? ഹൈ എവിടെ പല്ല് എത്രണ്ണം വന്നു നോക്കട്ടെ. നീ വരണ്ട പല്ല് എവിടെ? ഈ ആ കാട്ട്. ദേസാന് നീച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കൊച്ചു ടി വി അത് നിർബന്ധമാണ് കേട്ടോ. അതും കൊച്ചു ടി വി അല്ല, ചോട്ടാ ഭീം. അതാണ് കേട്ടോ എപ്പോഴും കാണാറുള്ളത്. എനിക്കാണെങ്കിൽ ഇത് കാണുന്നത് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ഒന്നാണ് കേട്ടോ. വല്ല മൂവീസോ പാട്ടൊക്കെ ആണെന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ കണ്ടിട്ടിരുന്ന് പോകും. ഇവളാണെന്ന് വെച്ചാൽ ഇത് മാറ്റാനേ സമ്മതിക്കില്ല, പ്രത്യേകിച്ചും കഴിക്കുന്ന ടൈമിലൊക്കെ. ഇതേ കണ്ടില്ലേ, ഉണ്ണിയും ചേച്ചിയായിട്ട് ഭയങ്കര കളി. അതിൻ്റെ ഇടയിൽ കാണുന്നില്ല കേട്ടോ. പക്ഷെ ആ ചാനൽ വെച്ചുകൊണ്ടിരിക്കണം. എങ്ങനെയെങ്കിലും ചാനൽ ഇപ്പം അതിൻ്റെ ഇടയിൽ മാറ്റുകയാണെന്ന് വെച്ചാൽ അവൾക്ക് വേഗം അറിയാം കേട്ടോ.
പിന്നെ ഇതാ ഇവിടെ വീട്ടിലത്തെ അക്കോറിയാണ് കേട്ടോ, ഇവിടെ അനിയൻ ഉണ്ടാക്കിയതാണ്. അപ്പം അതിൻ്റെ താഴെ തെർമോമീറ്റർ, അങ്ങനെ തെർമോമീറ്റർ എന്ന് തന്നെയല്ലേ പറയുക, തെർമോക്കോൾ ഇട്ട്, സോറി, തെർമോക്കോൾ വെച്ചിട്ടാണ് അവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ കുഞ്ഞാറ്റയുടെ പണി അതിലത്തെ എന്താ പറയുക, വെള്ളം പൊട്ടിച്ചെടുക്കലാണ് കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയില്ല, രാവിലെ തന്നെ ചെറിയൊരു വയ്യായ പോലെ തോന്നിയിട്ടുണ്ടെന്ന്, ചെറിയൊരു വയറുവേദന. അപ്പോൾ ഞാനിതാ ഉലുവയും അതുപോലെ ഇഞ്ചി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ടാണ് കേട്ടോ കുടിച്ചത്. നമുക്കിത് ഇങ്ങനെ വയ്യാത്തപ്പോഴൊക്കെ ഇവർ കുട്ടികളെ ഓരോന്ന് കാണിക്കുമ്പോൾ നമുക്ക് എത്രയായാലും ദേഷ്യം വരും. എനിക്കങ്ങനെയാണ് കേട്ടോ, എനിക്ക് എത്ര കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചാലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവരും കൂടി അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ആകെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, അതാണ് അവസ്ഥ. ഇതിൻ്റെ ഇടയിൽ ആ മീനിൻ്റെ തീറ്റയൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഫുള്ള് നിലത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കാണെന്ന് വെച്ചാൽ സങ്കടവും ദേഷ്യവും വിഷമം എല്ലാം കൂടിയിട്ട് വന്നിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അതെന്താ അറിയുക, നമുക്ക് വയ്യ, ഓൾറെഡി വയ്യായുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു ഭാഗം വൃത്തിയാക്കി ഒരു സൈഡ് വൃത്തിയാക്കിയിട്ട് വരുമ്പോഴേക്കും ഇവരിങ്ങനെ ചെയ്താൽ നമുക്ക് എത്രയായാലും ദേഷ്യം വരില്ലേ. പിന്നെ ഇതാ ഞാനും സനുവും കൂടിയിട്ട് സ്നേഹപ്രകടനം വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. സനുവിനെ എൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കെട്ടിട്ട് അവൾ ഫുള്ളായിട്ട് ഇരുന്ന് കരയായിരുന്നു. എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ചീത്ത പറയും തല്ലും ചെയ്യും, പക്ഷെ അത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടുള്ള സമാധാനമായിരുന്നു കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നണത് കുഞ്ഞാറ്റ നീച്ച് വരുമ്പോഴേ പ്ലാനിങ് ഉണ്ടെന്നായിരുന്നു കേട്ടോ. എന്താ എനിക്ക് പണി തരണം എന്നുള്ളത്, കണ്ടില്ലേ, ഒന്ന് കഴിയുമ്പോഴേക്കും ഓരോന്നായിട്ട് അവൾ ഓരോ പണി തരികയായിരുന്നു. പെണ്ണേ കുഞ്ഞാ, നമ്മുടെ പൊന്നല്ലേ, നീക്കടാ, അത് വാശി കാണിക്കണേ. അയ്യോ, ഒമ്പൂര് പോയി കളിച്ചാൽ വാവ് വരില്ലേ. പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയ വാതിൽ തുറന്ന് അവൾക്ക് വെള്ളത്തിലാണ് കേട്ടോ പോയി കളിക്കേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ കളിക്കുമ്പോൾ പിടിച്ചു കൊണ്ടുവന്നതിനാണ് ഇപ്പോൾ ഈ വാശി കാണിക്കണേ. വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ പ്രാന്താണ്, അത്ര ഇഷ്ടമാണ് കേട്ടോ വെള്ളത്തിൽ കളിക്കുക. എന്താ പറയുക, ഒന്നാൾ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ നേരെ നമ്മുടെ കുളിമുറിയിലൊക്കെ പോയിട്ട് അവൾ വെള്ളത്തിൽ ഇങ്ങനെ കപ്പുകൊണ്ട് കോരി കളിക്കുകയാണ് കേട്ടോ ചെയ്യുക. പക്ഷെ എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടാവാറുണ്ട് കേട്ടോ, അങ്ങനെ ഒറ്റയ്ക്കൊന്നും വിടാറില്ല, എപ്പോഴും അവളെ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാം പോട്ടെ, ഈ കാണുന്ന വാശിയാണ് ആകെ സഹിക്കാൻ പറ്റാത്തത്. ഇവിടെ അമ്മ പറയുന്നത് ശരിയാണ് കേട്ടോ. അമ്മ പറയാൻ ഞാൻ എവിടേക്കെങ്കിലും പുറത്തേക്ക് പോയ രണ്ടുപേരെയും ഇവിടെ ആക്കി ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ പണികൾക്കിടയിലൊന്നും ഇവരൊന്നിനും സമ്മതിക്കില്ല. ഇപ്പം ആ സമയം 8:45 കേട്ടോ. ഈ സമയം വരെയുള്ളൊരു യുദ്ധമാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇവർക്ക് ദേ പൊടിയരിക്കഞ്ഞിയും അയില വറുത്തതുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അയില വറക്കുമ്പോൾ ഇവർക്ക് വെറുതെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂട്ടിയിട്ടാണ് കേട്ടോ വറുക്കാറുള്ളത്. ഇതേ കണ്ടില്ലേ, കഞ്ഞി കുടിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടുപേരും കൂടിയിട്ട് തല്ലുകൂടുക. ഈ ടൈമിലൊന്നും നമ്മുടെ സനുവിനെ വല്ലാണ്ട് വാശിയോ അങ്ങനെ വികൃതിയോ കുറുമ്പത്തിനോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ 2 വയസ്സ് നമ്മുടെ കുഞ്ഞാറ്റയുടെ പ്രായത്തിൽ. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ സനുവിന് വികൃതിയൊക്കെ ഉള്ളത്. അതുവരെ ഈ ചെറിയൊരു പ്രായത്തിൽ അവളെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മുടെ കുഞ്ഞാറ്റ അതിലുപരിയാണ്, ഭയങ്കര കുറുമ്പാണ് കേട്ടോ. അതിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. മൂത്ത കുട്ടികളെക്കാളും ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് നല്ല വാശി കൂടുന്നു ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കേട്ടോ, ഭയങ്കര കുറുമ്പിപ്പെണ്ണാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റ. ഇപ്പം ഈ തല്ല് കൂടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, സ്പൂണ് കിട്ടാനിട്ടാണ്. സനുവിൻ്റെ സ്പൂണ് കുഞ്ഞാറ്റയ്ക്ക് വേണം പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിക്കുകയാണ് കേട്ടോ. സ്പൂണൊക്കെ ദേ വിളിച്ചെടുക്കണം. മാമു തരാം, വായോ ബാ, വാട പൊന്നാ, മാമു തരാം, വാ വായോ, മാമു തരാ കഞ്ഞി വേണ്ടേ, വായോ. പിന്നെ ഞാനിതാ കുഞ്ഞാറ്റയ്ക്ക് ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞി കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടോ. പിന്നെ എനിക്ക് അവസാനം തോന്നി കഞ്ഞിയൊന്നും കൊടുക്കണ്ടായിരുന്നു, ഉള്ളത് കഴിച്ചാൽ മതിയായിരുന്നു. അമ്മാതിരി പണിയാണ് കേട്ടോ കിട്ടിയത്. കുറച്ചൊക്കെ കഞ്ഞി കുടിച്ചു, പിന്നെ ഫുള്ള് നിലത്ത് കളയുന്നതായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ സനുവിൻ്റെ കൂടെ എന്താ കുഞ്ഞാറ്റയ്ക്ക് കഞ്ഞി കൊടുക്കണേന്ന് ചോദിച്ചാൽ അവൾക്ക് ഒറ്റയ്ക്ക് അങ്ങനെ കഴിക്കാൻ കൊടുത്ത കുറുക്കൊക്കെ ആയിട്ട് കൊടുത്ത് അവളങ്ങനെ കഴിക്കില്ല കേട്ടോ. അപ്പോൾ സനുവിനെ കൊടുക്കുമ്പോൾ അവൾ 1-2 വായ അങ്ങനെ കഴിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞാറ്റയ്ക്കും കൂടിയിട്ട് ഒന്നിച്ച് കൊടുക്കണത്. ഇതേ കണ്ടില്ലേ, ആ കഞ്ഞി മൊത്തം അവിടെ തുത്തു ഫുള്ള് കളഞ്ഞു. കാര്യം കഴിഞ്ഞപ്പോൾ പാത്രം സ്പൂണൊക്കെ വലിച്ചെറിഞ്ഞു. ഡ്രസ്സിലൊക്കെ ഫുള്ള് ചോറിൻ്റെ വറ്റാക്കിയിട്ട്. സത്യം പറഞ്ഞാൽ എത്രാമത്തെ ഡ്രസ്സാച്ചിട്ടാണ് ഈ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ പിന്നെ മഴയില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല, തുണികളൊക്കെ തിരുമ്പി കിട്ടും, ഡ്രസ്സുകൾ മാറ്റിക്കൊണ്ടിരിക്കണേ കേട്ടോ ഇവിടെ പണിയുള്ളത്.
അങ്ങനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരുമ്പോഴേക്കും അടുത്തത്. ഇങ്ങനെ ഒരു വട്ടായ ദിവസം സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. തുടച്ചിട്ടും മടിച്ചിട്ടും പിരാന്തായൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തേത്. ഇത്രയും ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്നും പറഞ്ഞൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതൊക്കെ കഴിയുമ്പോഴേക്കും അടുത്ത പണി എല്ലാം ഉള്ളിലത്തേക്ക് കഴിഞ്ഞോട്ടെ. ഇനി പുറത്ത് പാത്രങ്ങളൊക്കെ വലിച്ചിടേണ്ട തിരക്കിൽ എൻ്റെ കുഞ്ഞാറ്റയുടെ കൈ വെറുതെ ഇരിക്കുകയില്ല കേട്ടോ. അവൾക്ക് എന്തേലൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം. പാത്രമൊക്കെ വലിച്ചിടുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കാലിക്ക് വീണു. അതിൻ്റെ കരച്ചിലാണ് കേട്ടോ അപ്പോൾ അത് കണ്ണ്. രാവിലെ 7 മണി മുതൽ കറക്റ്റ് 9 മണി വരെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഇടയിലുള്ള എന്താ പറയുക, അമ്പും വില്ലും കുത്തൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. പിള്ളേരുള്ള വീട്ടിൽ ഇങ്ങനെ തന്നെ ആവില്ല അവസ്ഥ. അപ്പം ഇതേ അവസ്ഥ തരണം ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചിലപ്പോൾ കമൻറ്റ് സെക്ഷൻ ഓഫ് ആവാനും ചാൻസ് ഉണ്ട് പിള്ളേരുടെ കാരണം. അപ്പം ഇവിടുത്തെ യുദ്ധക്കളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ പണി മാറ്റിയിട്ട് വരുമ്പോൾ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും സനും കുഞ്ഞാറ്റൊക്കെ കൂടിയിട്ട് പൊറോട്ടയൊക്കെ കഴിച്ചു. ഇവിടെ അമ്മ ചക്കക്കുരും കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞാറ്റിൻ്റെയും സനുവിൻ്റെയും എല്ലാവരും കൂടി കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ ബൈ.